ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എന്തായാലും ആ പതിവ് ഞാൻ തെറ്റിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതായത് ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ആയിട്ട് തന്നെയാണ്. അറിയാമല്ലേ, റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അഖിൽ മാരാരുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ആ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഒരു വീഡിയോ വന്നാൽ അതെടുത്ത് റിയാക്ട് വീഡിയോ ചെയ്യുമ്പോൾ അത് പലരിലേക്ക് എത്തും. കാരണം ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ കാണുന്നവരൊന്നും ആ വീഡിയോ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ പറഞ്ഞു വെക്കുന്ന ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ അഖിൽ മാരാരുടെ ആ റിയാക്ഷൻ വീഡിയോ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരനെ ഞങ്ങൾ അംഗീകരിക്കാം. കൊല്ലം സുധിയുടെ ഭാര്യയായ നിന്നെ ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യം എന്താണ് എന്ന ഒരു മനോഭാവത്തിൽ ഇവളെന്തോ വലിയ സിനിമ നടിയായോ, ഇവളങ്ങ് വല്ലതായോ എന്ന് പറയുന്ന ജനത്തിന്റെ ഈ മനോഭാവം, ജനത്തിന് ഇവരോട് തോന്നിയ ഒരു വിരോധം സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്നത്. ഈ നെഗറ്റീവ് എന്ന് തന്നെയാണ് രേണു സുധി ഇത്രത്തോളം ഫേമസ് ആയത്. അടുത്ത വീഡിയോ കേട്ട് നോക്കാം. നെഗറ്റീവ് ഇവർക്കൊരു റീച്ച് ആയിട്ട് മാറുന്നു. ആ റീച്ചിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഓൺലൈൻ മാധ്യമങ്ങളും തീരുമാനിക്കുന്നു. ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടു നടന്ന് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ചു. സമൂഹം മുഴുവൻ ഇവരെ പരിഹസിക്കുമ്പോഴും ഈ റീച്ചിന് വേണ്ടിയിട്ട് ഇവരിതിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരുന്നു. ആ റീച്ച് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് കടന്നപ്പോൾ അവർക്ക് ചെറിയ വരുമാനം കിട്ടി തുടങ്ങി. അക്ഷരം പ്രതി കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യമായിട്ട് രേണു സുധി ചെയ്ത ഒരു റീല്, അതായത് ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ ചെയ്ത ഒരു റീല്, അതാണ് ഏറ്റവും കൂടുതൽ അങ്ങ് വൈറലായത്. പക്ഷേ അതിൻ്റെ താഴെ ഒരൊറ്റ പോസിറ്റീവ് കമൻറ്റ് പോലും ഇല്ലായിരുന്നു. ഫുള്ള് നെഗറ്റീവ് കമൻ്റ് ആയിരുന്നു. നെഗറ്റീവ് കമൻ്റ് ആണെങ്കിൽ പോലും അത് ഭയങ്കരമായിട്ട് ആ സെക്കൻഡ് നേരം കൊണ്ട് നല്ല ഭയങ്കര റീച്ചായി അതിന്. അപ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് എന്ത് മതി? അവർക്ക് റീച്ച് മതി. അത് പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല, നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നതിന് ശേഷമാണ് രേണു സുധിക്ക് പിന്നെ ഒരുപാട് അവസരങ്ങൾ അവളെ തേടി വരാൻ തുടങ്ങി. അതായത് പിന്നെ ഒരു ദിവസം തന്നെ 2-3 ലൊക്കേഷനിലോട്ടാണ് രേണു സുധി പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവിൻ്റെ അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ടുള്ള ഒരു എന്തോ പറഞ്ഞാൽ ഹൈപ്പ്, നെഗറ്റീവിൽ നിന്നുള്ള ഒരു ഹൈപ്പാണ് രേണു സുധിക്ക് കിട്ടിയത്. ആ ഒരു പാട്ട്, പിന്നെ റീൽസ് റീച്ച് ആയതോടുകൂടി പിന്നെ ലോകത്തുള്ള എല്ലാവരുടെയും ശ്രദ്ധ രേണു സുധി എന്ത് ചെയ്യുന്നു എന്നതിന് മാത്രമായിട്ട് ഒതുങ്ങി. കാരണം നെഗറ്റീവ് പറയാനാണെങ്കിലും പോസിറ്റീവ് പറയാനാണെങ്കിലും ആ ഒറ്റ കാറ്റഗറിയിലും ഒതുങ്ങിയപ്പോഴത്തേക്ക് ഓൺലൈൻ മീഡിയക്കാർക്ക് മനസ്സിലായി ഈ രേണു സുധി വെച്ച് ഇനി എന്തങ്ങോട്ട് ചെയ്താലും അത് റീച്ച് തന്നെ ആണെന്ന്. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ, അതായത് ഷോർട്ട് ഫിലിം, ആൽബം, പിന്നെ വെബ് സീരീസ്, സിനിമ, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ രേണു സുധി വരാൻ തുടങ്ങി. അപ്പം അങ്ങനെ വന്നപ്പോൾ തന്നെ ചെറിയ തോതിൽ, അതായത് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് അഖിൽ മാരാർ പറഞ്ഞത് വളരെ സത്യമാണ്. ഈ ചെറുത് എന്ന് പറഞ്ഞതും അതിലേറെ സത്യമാണ്. ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുത്. അത് വില പേശാനോ എനിക്ക് ഇത്ര വേണമെന്ന് പറയാനോ ഉള്ള ഒരു കാലിബർ രേണു സുധിക്ക് ഇല്ലാതെ പോയി. കാരണം കിട്ടുന്ന ചാൻസുകൾ ചെയ്യുക എന്നത് മാത്രമായി അവളുടെ ശ്രദ്ധ. കിട്ടുന്ന വരുമാനത്തിൻ്റെ ആ ഒരു പിന്നെ വെയിറ്റ്, അതായത് എത്ര കിട്ടുന്നു എന്ന് നോക്കിയില്ലായിരുന്നു. വളരെ തുച്ഛമായെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ റേറ്റിന് തന്നെയാണ് രേണു സുധി ഇതിലെല്ലാം അഭിനയിച്ചിട്ടുള്ളത്. രേണു സുധിയെ വെച്ച് അവർ ജീവിച്ചു എന്ന് വേണം പറയാൻ. വരുമാനം കിട്ടി തുടങ്ങിയപ്പോൾ അപ്പോഴത്തേക്ക് ഇവർ മേക്കപ്പ് ഇടുന്നു തുടങ്ങി. ഇവർക്കൂടെ നീ ആരാ സുന്ദരിയാവാൻ? ഇവിടെ ജനത്തിനൊന്നും ഇഷ്ടമല്ല സുന്ദരിയാണെങ്കിൽ. അതും കറക്റ്റായ കാര്യം തന്നെയാണ് അഖിൽ മാരാർ പറഞ്ഞത്. അഖിൽ മാരാർ ഇത്രയും പ്രാവശ്യം ഈ പറഞ്ഞത് മൊത്തം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. രേണു സുധി പാർലറിൽ ചെന്ന് ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടു. പക്ഷേ അത് രേണു സുധി പൈസ കൊടുത്തല്ല പോയി ചെയ്യുന്ന ആ പാർലറുകാർക്ക് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവരായിട്ട് രേണു സുധിക്ക് ചെയ്തു കൊടുത്തിയാണ്. അപ്പോൾ അതിൻ്റെ താഴെയും വന്ന് കിടന്ന് കമൻ്റെന്ന് പറഞ്ഞാൽ നീയൊക്കെ ഇനി എന്തൊക്കെ ചെയ്താൽ എന്തുവാടി, ഓന്തിൻ്റെ മോന്തയുള്ളവളെ, പല്ലിക്കുണ്ടായവളെ, കഷ്ടം, എന്തുവാ ഡാക്കിനി അമ്മുമ്മ, എന്തൊക്കെ കമൻ്റായിരുന്നു അതിൻ്റെ താഴെ വന്ന് രേണു സുധി പറഞ്ഞത്. ഇപ്പൊ ആരുടെയും കുഴപ്പമല്ല, അത് ഭയങ്കര വണ്ണമുള്ള ഒരാൾ മിസ്റ്റർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി നമുക്ക് എന്തോ തോന്നുന്നു എന്ന് പറയുന്നത്. ഇതിനകത്തൊക്കെ വ്യത്യസ്തതകളുണ്ട്. എല്ലാത്തിനകത്തും അതിൻ്റെതായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു റീഡിംഗ് ഉണ്ട്. പക്ഷേ ഇവരെ അതിന്റെ പേരിൽ പരിഹാസം, അതായത് സമൂഹം ഇവരെ പരിഹസിച്ചതും അതിലൂടെ കിട്ടിയ കണ്ടന്റും അതിലൂടെ കിട്ടിയ നെഗറ്റീവുമാണ് രേണു സുധി എന്ന് പറയുന്ന ഒരാളെ കേരളത്തിൽ പലർക്കും സുപരിചിതയാക്കി മാറ്റിയത്. അത് തന്നെയാണ് അവസ്ഥ. ഈ പറഞ്ഞത് 100% കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. രേണു സുധിക്ക് കുറച്ചുകൂടി ശരീരം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഹൈറ്റും കുറച്ച് വെയിറ്റും ഒക്കെ ഉണ്ടായി, കുറച്ച് മാംസളമായ ശരീരമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ രേണു സുധി എന്ത് കാണിച്ചാലും അത് അംഗീകരിക്കാനും കൈയടിക്കാനും ആൾക്കാരുണ്ടായേനെ. ഇതിപ്പോൾ ആരാണ്ട് ഒരു പറഞ്ഞ കണക്ക് ആകെപ്പാട് ഒരു 100 ഗ്രാം പോലും ഇല്ലാത്ത ആ കൊച്ചിനെ ഇട്ട് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് ചോദിച്ചോട്ടെ. ആ ഒരു 100 ഗ്രാം ശരീരം ഉണ്ടായിപ്പോയതാണ് രേണുവിൻ്റെ കുറ്റം. ഇപ്പോൾ രേണു ഇച്ചിരി മാംസളമായിട്ടുള്ള ശരീരമൊക്കെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കാനെന്ന് പറഞ്ഞാൽ അവൾ ഇന്ന് വരെ അവളെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. അത് നല്ല വൃത്തിക്ക് പറയാം നമുക്ക്. ഒരു
ഏതാ ഫാഷൻ ഷോയിൽ ആ പിന്നെ പിന്നെ ഒരു തമ്പുരാട്ടിയുടെ കണക്കത്തുള്ള ആ ഒരു പണ്ടത്തെ തമ്പുരാട്ടിമാരൊക്കെ ഇടുന്ന കണക്കത്തുള്ള കോസ്റ്റ്യൂം അത് മാത്രമേ ഉള്ളൂ രേണുസുതി വൾഗറായിട്ട് ഇട്ടിട്ടുള്ളത്. വൾഗർ എന്ന് പറയാൻ പറ്റത്തില്ല, അത് അതിൻ്റെ ആ ഫാഷൻ ഷോയ്ക്ക് വേണ്ടുന്ന അതിന് ആപ്റ്റായ കോസ്റ്റ്യൂമാണ് അവിടെ ഇട്ടത്. അതല്ലാതെ രേണുസുതി ഇന്ന് വരെ ഈ ഇട്ടുന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ പോലും അതിലൊരു മാന്യത രേണുസുതി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നെഗറ്റീവായിട്ടുള്ള യാതൊരു ഡ്രസ്സും രേണുസുതി ഇട്ടിട്ടില്ല. സോഷ്യൽ മീഡിയയുടെ മുന്നിൽ റീൽസ് ചെയ്യാൻ വന്നാലും ലൈവിൽ വന്നാലും വീഡിയോ ഇട്ടാലും ഒന്നും അവിടെ നെഗറ്റീവായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം യൂസ് ചെയ്തിട്ടില്ല. അത് നമുക്ക് അത് ഈ പരാതി പറയുന്നവന്മാരുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കണം, അന്നേരം മനസ്സിലാവും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് കുറേ ശരീരമൊക്കെയുള്ള അമ്മച്ചിമാർ മീഡിയയുടെ മുന്നിൽ വന്ന് പെയ്ഡായിട്ട് വീഡിയോകൾ കാണിച്ചു കൊടുക്കുന്നു. അവർ എന്തെല്ലാം കോപ്രായങ്ങൾ കാണിക്കുന്നു, ന്യൂഡായിട്ട് വരെ ഇരുന്ന് കാണിക്കുന്നല്ലോ. അതിനെതിരെ ആരെങ്കിലും ഒരു വാക്കെങ്കിലും പറയുകയോ അതിനെതിരെ ആരെങ്കിലും പ്രതിഷേധം ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവരുടെ കണ്ണിന് കുളിർമയുണ്ട് അതൊക്കെ. അപ്പോൾ അതൊക്കെ അവരെ ആസ്വദിക്കും. അപ്പോൾ ഈ രേണുസുതി ചെയ്യുന്നതാണ് കുഴപ്പം. കാരണം അവർക്ക് വലിയ ശരീരമില്ല. പിന്നെ നിങ്ങൾ ഈ പോസിറ്റീവ് പറയാതെ ആണെങ്കിലും നെഗറ്റീവ് ആക്കിയാണെങ്കിലും അവളെ ഏറ്റവും ഹൈ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ബിഗ് ബോസ് എന്ന ഒരു മഹാ റിയാലിറ്റി ഷോയിൽ ഒരു 35 ദിവസമെങ്കിലും അതിനകത്ത് നിൽക്കാനുള്ളൊരു ഭാഗ്യം അവൾക്കുണ്ടായി. അവൾ കിറ്റ് ചെയ്തിട്ട് വന്നതാണ്, എലിമിനേഷൻ റൗണ്ടിൽ ഔട്ടായതല്ല. എങ്കിലും ആ ഒരു മെഗാ റിയാലിറ്റി ഷോയിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായത് നിങ്ങളുടെയൊക്കെ ഈ നെഗറ്റീവ് റീച്ച് കൊണ്ട് തന്നെയാണ്. ഒരു ഭർത്താവ് ഒരു അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ മരണപ്പെട്ട ശേഷം വിധവയാക്കപ്പെട്ട ഒരു കലാകാരൻ്റെ ഭാര്യയോട് തോന്നിയ ഒരു സഹതാപം, ഒരു എമ്പതി, ആ ഒരു എമ്പതിയിൽ ഒരുപാട് ആൾക്കാർ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. ജീവിതം ഒരു സമയം വരെ മറ്റു പലരുടെയും ഒക്കെ ഹെൽപ്പ് കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് തോന്നിയതിന് ശേഷം ഇനി ജീവിതത്തിൽ എങ്ങനെ തനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അവർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവരെടുത്തേക്ക് കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ ചില വർക്കുകളുമായിട്ട് ചില ഇൻ്റർവ്യൂസുമായിട്ട് വരുന്നു. ഈ ഇൻ്റർവ്യൂസിൽ അവർ വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരനെ ഞങ്ങൾ അംഗീകരിക്കാം, കൊല്ലം സുധിയുടെ ഭാര്യയായ നിന്നെ ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യം എന്താണ് എന്ന ഒരു മനോഭാവത്തിൽ. അതും ശരിയാണ്. ഒരു വിധവയായ ഒരു കലാകാരൻ്റെ ഭാര്യ എന്ന ഒരു പരിഗണന വെച്ച് ഒരുപാട് പേര് സഹായങ്ങൾ ചെയ്തു. ഇല്ലെന്നൊന്നും ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്നും കുന്നും നമുക്ക് കിട്ടില്ല, എന്നും കുന്നും എല്ലാവരുടെ മുന്നിൽ കഴിഞ്ഞിട്ട് ജീവിക്കാൻ പറ്റുമോ? ആ ഒരു സന്ദർഭം വന്നപ്പോഴാണ് രേണുസുതി അഭിനയിക്കാൻ ഇറങ്ങിയത്. അഭിനയിക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂവിന് ഒരു ഓൺലൈൻ മീഡിയ വന്നു. ആ വീഡിയോ റീച്ച് ആയതോടുകൂടി രേണുവിന് വെച്ച് എന്ത് ചെയ്താലും റീച്ച് ആവും എന്ന് മനസ്സിലാക്കിയപ്പോൾ കുറേ അവസരങ്ങൾ അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഷോർട്ട് ഫിലിമിലായാലും അതിലായാലും കുറേ അവസരങ്ങൾ വന്നു. പക്ഷേ അത് വേണ്ട പോലെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാൻ ആ മണ്ടിയായിപ്പോയി അവൾ അത് നല്ലൊരു അത്രയും ഷോർട്ട് ഫിലിം ആയാലും ആൽബം ആണെങ്കിലും ചെയ്യുമ്പോൾ അവൾക്ക് അവളുടെ ഒരു വാല്യൂ മനസ്സിലാക്കി അവൾ അതിന് ആ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് മേടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ രേണുസുതിക്ക് അത്യാവശ്യം ഒരു സെറ്റപ്പിൽ ജീവിക്കാൻ പറ്റിയാണ്. പക്ഷേ ഇല്ല, നേരിട്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വളരെ വളരെ വെറും തുച്ഛമായിട്ടുള്ള പേയ്മെൻറ്റാണ് അവൾ മേടിച്ചിട്ടുള്ളത് എല്ലാത്തിനകത്തും. അവളെ വെച്ച് വീഡിയോ ചെയ്തവർക്ക് റീച്ചും കിട്ടി, അവരുദ്ദേശിക്കുന്ന ലെവലിൽ ആ ഇതൊക്കെ പോവുകയും ചെയ്തു. രേണുസുതിക്ക് കിട്ടിയത് എന്തോ നെഗറ്റീവ് മാത്രം. പക്ഷേ ആ നെഗറ്റീവ് അവസാനം കൊണ്ടെത്തിച്ചത് ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിലാണ്. പക്ഷേ മന്ദബുദ്ധി ആയതുകൊണ്ട് അവർക്ക് അവിടെയും പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ബിഗ് ബോസിനെ കുറിച്ച്, ബിഗ് ബോസിൽ രേണുസുതി പോയതിനെ കുറിച്ച് അഖിൽ മാരാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ബിഗ് ബോസിന് പറ്റിയ മെറ്റീരിയൽ അല്ല രേണുസുതി. കാര്യം ജനത്തിനൊരു ധാരണയുണ്ട്, നീ എന്തിനാ ഇത് ചെയ്യേണ്ട കാര്യം, നീ ഇത് ചെയ്യാൻ ഇവിടെ നീ ആരുമല്ല, നീ വലിയ നടിയല്ല, നീ വലിയ സെലിബ്രിറ്റി അല്ല, നീ എന്തിനാ സെലിബ്രിറ്റിയാണ്, നിനക്ക് വേണമെങ്കിൽ വിധവ കളിച്ച് വീട്ടിൽ കുത്തിയിരുന്നാൽ പോയി, ഇവരവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവണം എന്നാണ് ഇവന്മാർ പറയുന്നത്. അപ്പോൾ ഇതാണ് രേണുസുതിക്ക് കിട്ടിയ കണ്ടന്റ്. ആ കണ്ടന്റിന് അപ്പുറത്തേക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ രേണുസുതിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് അവരെന്ന് പറയുന്ന സാധാ സ്ത്രീ, ഒരു സാധാരണക്കാരി, അവർ ഹൗസിനകത്ത് ഒറ്റപ്പെട്ടു പോയി. അവർ സത്യം പറഞ്ഞാൽ ഒറിജിനലാണെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് കൊല്ലം സുധിക്ക് അപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതെ, അവരൊരു റിയൽ, അതായത് ഒറിജിനൽ സ്ത്രീ ആയിട്ട് തന്നെയാണ് അവിടെ ചെന്ന് നിന്നത്. അവർക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല. അതിനകത്ത് ചെന്ന് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പോലും ഒന്ന് പെരുമാറി നിന്നിരുന്നെങ്കിൽ കുറേ കൂടിയൊക്കെ അവർക്ക് കുറച്ചുകൂടി ഹൈപ്പ് കിട്ടിയേനെ. ബിഗ് ബോസിൽ പോയിട്ട് അവർക്ക് യഥാർത്ഥത്തിൽ വലിയ ഇതൊന്നും കിട്ടിയിട്ടുള്ള കാര്യം പറയാമല്ലേ. സ്ക്രീൻ സ്പേസ് ഒക്കെ വളരെ കുറവായിരുന്നു. കാരണം നമ്മളവിടെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കിയാൽ മാത്രമല്ലേ നമുക്കൊരു സ്ക്രീൻ സ്പേസ് കിട്ടത്തുള്ളൂ. പക്ഷേ അവൾ ജെനുവിനായിരുന്നു, പക്ക ജെനുവിനായിരുന്നു. അവളായിട്ട് തന്നെയാണ് അവിടെ നിന്നത്. കുറേ വേട്ടാവെളിയത്തിമാർക്കും എന്ത് തോന്നിയ ദിവസം വേണമെങ്കിലും പറയാമല്ലോ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. രേണുസുതി ആയിട്ട് തന്നെയാണ് ബിഗ് ബോസ് നിന്നത്. അതൊക്കെ ഈ 35 ദിവസം കൊണ്ട് ജനങ്ങൾ കണ്ടതുമാണ്. ആ 35 ദിവസത്തിൽ തന്നെ രേണുസുതി ആരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഒരുപാട് നെഗറ്റീവിൽ നിന്നും അത് വളരെ കുറഞ്ഞ് രേണുവിനോട് ഉള്ള ഒരു പോസിറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഒരു മാസം കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ ഒരു നെഗറ്റീവ് പോലും ഇല്ലാത്ത രീതിയിൽ രേണുസുതി പക്ക പോസിറ്റീവായിട്ട് പുറത്ത് തന്നെ വന്നേനെ. പക്ഷെ അതെന്ത് ചെയ്യാനാ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അയ്യോ, ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ ഇതിൻ്റെ താഴെ കുറേ കമൻറ്റ് വരും. പക്ഷേ എനിക്ക് ഇതിന് മോശം കമൻറ്റുകളൊന്നും അധികം ഇല്ല, എന്നാൽ രണ്ടെണ്ണേ വരും. അവർക്ക് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ റിപ്ലൈ തന്നേക്കാം. നിങ്ങളുടെ മെസ്സേജിന് മറുപടി എനിക്ക് മനസ്സിലാത്തതുകൊണ്ടാണ്. കുശുമ്പും അസൂയം വരുത്ത കുറേ എണ്ണങ്ങളുണ്ട്. ഇപ്പോഴും രേണുസുതി അത് അംഗീകരിക്കേണ്ടതാണ് എന്ന് അറിഞ്ഞാൽ പോലും അംഗീകരിക്കാൻ മനസ്സില്ലാത്ത കുശുമ്പും അസൂയം വരുത്ത കുറേ എണ്ണമുണ്ട്. ഇപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ. നിങ്ങൾ അവിടെ കിടന്ന് നെഗറ്റീവ് പറഞ്ഞ് അവളുടെ എവിടെ പോലും തട്ടാൻ പോകുന്നില്ല.
പിന്നെ അഖിൽമാരാർ പറഞ്ഞത് ആ ഒരൊറ്റ ഒരു കാര്യവും സത്യമാണെന്ന് അത് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ബിഗ് ബോസിൽ അവർക്ക് നല്ല റീച്ച് കിട്ടും. ഒരു ഫാഷൻ ഷോ മത്സരം നടക്കട്ടെ, ആ ഫാഷൻ ഷോ മത്സരത്തിൽ ആദിലയും നൂറയും ബാക്കിയുള്ള ഓരോരുത്തരും വേഷം കെട്ടി വരുമ്പോൾ രേണുസുതി വേഷം കെട്ടി വരുന്ന ആ ഒരു ഒറ്റ റീൽ മതി കേരളത്തിൽ രേണുസുതി ബിഗ് അത് ബോസ് സത്യമാണ് കേട്ടോ, പരമാർത്ഥമാണ്. കാരണം ഈ 72 ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ് ഏതിലെങ്കിലും ഒന്നിലെങ്കിലും രേണുസുതിയെ വല്ലപ്പോഴും ഒന്ന് പ്രത്യക്ഷപ്പെടുത്താമായിരുന്നു. ബിഗ് ബോസ് പോലും രേണുസുതിയെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എന്ന് തന്നെ പറയാം. ഈ അഖിൽമാരാർ പറഞ്ഞ കറക്റ്റാണ്. അവിടെ ഒരു ഫാഷൻ ഷോയോ വേറെ എന്തെങ്കിലും ഒരു ഷോയോ അതിങ്ങനെ ഇവർ മിങ്കിളേൽപ്പിച്ച് വെക്കണം. പിന്നെ ആ ടാസ്ക് ചെയ്ത് ജയിക്കുന്നവർക്കാണ് അവിടെ മെയിൻ. അപ്പം അങ്ങനെയുള്ള ഫിസിക്കൽ ടാസ്ക് ഒന്നും അദ്ദേഹം ഇവർക്ക് ചെയ്യാൻ പറ്റില്ല, അറിയാമല്ലോ. പക്ഷെ അല്ലാതെ ബിഗ് ബോസ് കൊടുക്കുന്ന എല്ലാ ടാസ്കും രേണുസുതി നല്ല വൃത്തിയാണ് പെർഫോം ചെയ്യുന്നുണ്ട്. അതൊക്കെ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല ഹൈ റീച്ചിൽ തന്നെ പോയിട്ടുമുണ്ട്. ഈ അഖിൽമാരാർ പറഞ്ഞ കണക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ടാക്കി കൊടുത്തെങ്കിൽ കുറച്ചും കൂടി ഹൈപ്പ് കിട്ടിയേനെ രേണുവിന്. എന്തൊരു നിരാശം. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പശുവും ചത്ത് മോരിലെ പുളിയും പോയി. ഇനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കിട്ടിയൊരു അവസരം ഉപയോഗപ്പെടുത്താൻ അറിഞ്ഞുകൂടാത്തൊരു മന്ദബുദ്ധിയായി പോയി എൻ്റെ പൊന്നു കൂട്ടുകാരി. പിന്നെ ഇതിൽ കൂടുതൽ എന്തോ പറയാനാ? നമുക്കൊന്നും പറയാനില്ല. അതല്ല, പിന്നെ അവളുടെ വിധിയല്ല. ഇനിയിപ്പം രേണുസുധ ഇപ്പം വരെ ഒരിടത്ത് പോലും ഇൻ്റർവ്യൂവിന് പോയിട്ടില്ല, വേറെ ഒരു പരിപാടിക്കോ ഒന്നിനും പോയിട്ടില്ല. അവൾ നല്ല റെസ്റ്റിലാണ് വീട്ടിൽ. അപ്പോൾ പഴയ വീഡിയോകൾ എടുത്തിട്ടോണ്ട് ഇപ്പോഴും വന്നിട്ട് നമ്മുടെ അതുൽ ചേട്ടൻ വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഈ അഖിൽമാരാരുടെ വീഡിയോയ്ക്ക് മെൻഷൻ ചെയ്ത് അതുൽ ചേട്ടൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞ ഉടനെ ഞാൻ അടുത്ത് തരാൻ പോണ വീഡിയോ അതുൽ ചേട്ടനുള്ള റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടാ. അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എനിക്ക് അതുൽ ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ അതുൽ ചേട്ടനുള്ള. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു. കൈയുണ്ടോ? വന്ന് വീണ്, വണ്ടിയിൽ നിന്ന് വന്ന് വീണതാ, ഉണങ്ങി, കല്ല് പൊത്ത് കയറി. അപ്പോൾ ശരി, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.